ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത ഇതാണ്. ഒടുവിൽ അദാനി കമ്പനി വിഴിഞ്ഞത്തിലേക്ക് MSC കമ്പനിയുടെ കടന്നുവരവ്, ആ ഓഹരി കൈമാറ്റ സൂചന സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞു. ഇനി തീരുമാനം സർക്കാരാണ് കൈക്കൊള്ളേണ്ടത്. ഇന്നലെ നിയമസഭയിൽ നടന്ന നടപടിക്രമങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. ഇതിനിടയിലാണ് ഈ ഓഹരി കൈമാറ്റങ്ങൾ ചില അനൗദ്യോഗിക ചർച്ചകളിലൂടെ സർക്കാരിനെ അറിയിച്ചിരുന്നു എന്ന ചില ആക്ഷേപങ്ങൾ കൂടി ഉയരുന്നത്. യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച സൂചനകൾ സർക്കാരിനുണ്ടായിരുന്നു. വിഴിഞ്ഞത്തെ നീക്കങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ? വിഴിഞ്ഞത്ത് കള്ളം പറയുന്നത് ആരാണ്? MSC വന്നാൽ കുത്തകവൽക്കരണം നടക്കുമോ? വിഴിഞ്ഞത്തെ വൻ നിക്ഷേപത്തിൽ നമ്മൾ ആശങ്കപ്പെടണോ? ഇതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ആദ്യം വിഴിഞ്ഞത്ത് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അദാനി കമ്പനിയും MSCയും തമ്മിൽ ഓഹരി കൈമാറ്റ കരാറുണ്ടായോ? ഇക്കാര്യമാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഡാൻ കുര്യനുണ്ട് എനിക്കൊപ്പം. ഡാൻ, അദാനി കമ്പനി സർക്കാരുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നതാണ് ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഒരു പൊതുസമൂഹം എന്ന രീതിയിൽ നമുക്കത് വിശ്വാസത്തിലെടുക്കാം. യഥാർത്ഥത്തിൽ എന്താണ് ഇതുവരെ വിഴിഞ്ഞത്ത് നടന്ന നീക്കം? MSCയും അദാനിയും തമ്മിൽ ഒരു കരാറിലേക്ക് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ PPP മോഡലിലാണ് വിഴിഞ്ഞത്ത് തുറമുഖത്തിന് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. അതിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളൊക്കെ നമുക്കറിയാം. അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണത്തിൽ ഏതാണ്ട് 7,525 കോടി രൂപ മുതൽ മുടക്കിലാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. അതിൽ ആ വലിയൊരു തുകയുടെ ഒരു വലിയ ഗണ്യഭാഗവും അദാനി പോർട്ട് തന്നെയാണ് വഹിച്ചിരിക്കുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് ഈ തുറമുഖത്തിൻ്റെ അദാനി പോർട്ടിലുള്ള ഓഹരിയുടെ ഒരു വിഹിതം 49% വിഹിതം അത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറുന്ന ഒരു ചർച്ചകളിലേക്ക് അവർ കടന്നത്. അത് അദാനി പോർട്ടും അതോടൊപ്പം MSC തമ്മിലുള്ള ഒരു പ്രാഥമിക ചർച്ചകളുടെ ഫലമായിട്ടാണ് അങ്ങനെയൊരു തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായത്. നമുക്കറിയാം, രാജ്യത്ത് ഒരു വിദേശ കമ്പനിക്ക് സ്വകാര്യ നിക്ഷേപം നടത്തണമെങ്കിൽ അതിന് കൃത്യമായി നിഷ്കർഷിച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ ആദ്യ പടി എന്നത് ഇങ്ങനെയൊരു കരാറിലേക്ക് ഒരു വിദേശത്തുള്ള കമ്പനിയുമായി രാജ്യത്തുള്ള ഒരു കമ്പനി ഏർപ്പെടുമ്പോൾ അതിൻ്റെ പ്രാഥമിക നടപടി എന്നവണ്ണം സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയെ ഈ കാര്യം അറിയിക്കണം. സെബിയെ അറിയിക്കുക എന്ന പ്രാഥമിക നടപടി അവർ പൂർത്തിയാക്കിയതിന് പിന്നാലെ അത് പബ്ലിസൈസ് ചെയ്യണം. അതായത് അത് പരസ്യപ്പെടുത്തണം. ഇങ്ങനെയൊരു ധാരണയിലേക്ക് പോകുകയാണ് എന്ന കാര്യം പരസ്യപ്പെടുത്തണം. ആ പരസ്യപ്പെടുത്തുന്ന നടപടി മാത്രമാണ് ഇന്നലെ രാവിലെ വരെ പൂർത്തിയായിരുന്നത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അത് ചർച്ചയിലേക്ക് പൊതുവിൽ വന്നപ്പോൾ 13,000 കോടി രൂപയുടെ വലിയ നിക്ഷേപം MSC അവിടെ നടത്തി അല്ലെങ്കിൽ നടത്തുന്നു, ഓഹരി കൈമാറ്റം കഴിഞ്ഞിരിക്കുന്നു, അത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ആശങ്കയിലാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന തരത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ മാറുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായത്. പക്ഷേ ഇതിലെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് സെബിക്ക് പ്രാഥമികമായി ഇത് സംബന്ധിച്ച ഒരു വിവരങ്ങൾ കൈമാറിയതിനു ശേഷം അതിൻ്റെ തുടർ നടപടി എന്ന വണ്ണം അത് പരസ്യപ്പെടുത്തുന്ന നടപടി മാത്രമാണ് ഇന്നലെ രാവിലെ കൊണ്ട് പൂർത്തിയായിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ നിയമസഭാ സമ്മേളനത്തിൽ ഇങ്ങനെയൊരു ഓഹരി കൈമാറ്റം സംബന്ധിച്ച ഒരു വിവരവും ഔദ്യോഗികമായി സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്ന കാര്യം തുറമുഖ വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അത് ഒരു കുത്തകവൽക്കരണത്തിന് വഴിവെക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആശങ്ക അറിയിക്കുന്നു. അതിന് പിന്നാലെ സംഭവിച്ചത് ഈ നടപടിക്രമങ്ങളുടെ തുടർച്ചയെന്ന വണ്ണം ഇന്നലെ വൈകുന്നേരത്തോടെ അദാനി പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ, അതായത് ഏത് തരത്തിലാകും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്ന് വ്യക്തമാക്കുന്ന ഈ കരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കത്ത് കൈമാറിയിട്ടുണ്ട്. ആ കത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തുടർന്ന് അവർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുമതി ലഭിച്ചാൽ മാത്രമേ ഒരു കരാർ വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്നതിന് ഏതാണ്ട് 3 മുതൽ 6 മാസം വരെ സമയപരിധി എടുക്കും. ആ 6 മാസത്തെ സമയപരിധി എടുക്കുന്ന നടപടിക്രമങ്ങളുടെ പ്രാഥമിക നടപടി മാത്രമാണ് ഇന്നലെ പൂർത്തിയായിരിക്കുന്നത്. അവിടെ 13,000 കോടി രൂപയുടെ, അതായത് $1.4 ബില്യൺ കരാറിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളുടെ തുടക്കം മാത്രമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വസ്തുത. അതാണ് സാഹചര്യം. എന്തായാലും ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ എന്താണ് യഥാർത്ഥത്തിൽ വാർത്തകൾ വന്നതുപോലെയാണോ MSC കമ്പനിയുമായി ബന്ധപ്പെട്ട് MSC എന്ന വലിയ ഒരു ഷിപ്പിംഗ് കമ്പനിയുമായി അദാനിയുടെ നീക്കം ഉണ്ടായതെന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണാം എന്താണ് യഥാർത്ഥത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ധാരണ എന്ന കാര്യം കൂടി പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് സ്ക്രീനിലേക്ക് ഒരിക്കൽ കൂടി വരാം. എന്താണ് യഥാർത്ഥത്തിൽ ഇതുവരെ
നടന്നിരിക്കുന്നത് എന്ന കാര്യം നോക്കുക. പൂർത്തിയായത് MSc വിഴിഞ്ഞത്ത് നടത്താൻ പോകുന്ന നിക്ഷേപത്തിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ മാത്രമാണ്. സെബി വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാന സർക്കാരിന് കരട് കൈമാറും. അതാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാലേ മുന്നോട്ട് പോകാനാവുള്ളൂ. തുടർന്ന് അവർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. അതായത് ഒരു 6 മാസം വേണ്ടി വരുന്ന നിക്ഷേപ പദ്ധതികളുടെ ഒരു തുടക്കമാണ് സംഭവിക്കുന്നത്. അതിൻ്റെ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും സംഭവിച്ച ഇതാണ്. വിഴിഞ്ഞത്ത് നടന്നിരിക്കുന്നത് അദാനി ചില ഓഹരി കൈമാറ്റത്തിൻ്റെ പ്രാഥമിക നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിന് 6 മാസത്തെ സമയപരിധി എടുക്കും. 6 മാസത്തെ സമയപരിധിയിൽ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ് ഈ തരത്തിൽ മുന്നോട്ട് വരുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഡാൻ, MScയും അദാനിയും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം. അത് സർക്കാരിനെ അറിയിക്കുന്ന ഘട്ടത്തിലേക്ക് ഏതെങ്കിലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതേണ്ടതുണ്ടോ? ഒരു തരത്തിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിന് അതായത് 2 കമ്പനികൾ തമ്മിൽ, രാജ്യത്തുള്ള ഒരു കമ്പനിയും വിദേശത്തുള്ള മറ്റൊരു കമ്പനിയും തമ്മിൽ ഒരു ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരു ധാരണയിലേക്ക് ആ കമ്പനികൾ തമ്മിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് നിയമസാധുത കൈവരണമെങ്കിൽ, ലീഗൽ സാൻഡിറ്റി കൈവരണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥകൾ മുമ്പോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രാഥമിക നടപടിയാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ ആ കാര്യം അറിയിക്കുക എന്നത്. ആ നടപടി പൂർത്തിയാക്കിയാൽ രണ്ടാമത്തെ ഘട്ടമാണ് അത് പബ്ലിസൈസ് ചെയ്യുക, അത് പരസ്യപ്പെടുത്തുക. ആ നടപടിയാണ് മിനിഞ്ഞാന്ന് സംഭവിച്ചിരിക്കുന്നത്. അതായത് എത്ര കോടി രൂപയുടെ ഓഹരികളാണ് കൈമാറുന്നത്, എത്ര ശതമാനം ഓഹരിയാണ് കൈമാറുന്നത്, ഇതടക്കമുള്ള വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തുക. അതിനുശേഷം അത് ഭരിക്കുന്ന സർക്കാരിനെ, സംസ്ഥാന സർക്കാരിനെ, ഈ പോർട്ട് എവിടെയാണോ ഉള്ളത് ആ സംസ്ഥാന സർക്കാരിനെ അറിയിക്കുക. ആ സർക്കാരിൻ്റെ അനുമതി വാങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ സർക്കാർ മുമ്പോട്ട് വെക്കുന്ന ആശങ്കകൾ കണക്കിലെടുത്ത് അതിൽ കൃത്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് അനുമതി വാങ്ങിയ ശേഷം കേന്ദ്ര സർക്കാരിനെ സമീപിക്കുക. ഇങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് ഓൺഗോയിങ് പ്രോസസ്സിന്റെ തുടക്കം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. ഇതൊന്നും സർക്കാരിനെ അറിയിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രതിപക്ഷം അതല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി എന്നെ ആരോപിക്കുന്നുണ്ട്. നമുക്കത് വിശദമായി പരിശോധിക്കാം. ഇനി നമ്മൾ പോകുന്നത് ഡാൻ, MSc വന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? വിഴിഞ്ഞത്തെ വമ്പൻ നിക്ഷേപം വരുന്നത് എന്ത് തരത്തിലുള്ള നേട്ടമുണ്ടാക്കും എന്ന കാര്യം കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. എപ്പോഴും നിക്ഷേപ സാധ്യതകളെ നമ്മൾ മുന്നിൽ കാണണം. പക്ഷേ ഒരു സ്വകാര്യ കമ്പനി, ഒരു വമ്പൻ സ്വകാര്യ കമ്പനി കേരളത്തിൻ്റെ ഒരു തീരത്ത് വന്ന് നിക്ഷേപം നടത്തുമ്പോൾ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായ ഒരു ചോദ്യം. വിഴിഞ്ഞമെന്നത് സാധ്യതകളിലേക്ക് പറക്കും, തർക്കമില്ല. പക്ഷേ അത് പൊതുസമൂഹത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് എന്ത് നേട്ടമുണ്ടാകുമെന്ന ചോദ്യം കൂടിയാണ്. നമുക്കത് കൂടി കൊണ്ടുവരാം. സ്ക്രീനിൽ കാണുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. MSc വന്നാൽ എന്ത് നേട്ടം? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടെത്താൻ പോകുന്നത്. യഥാർത്ഥത്തിൽ MSc വന്നാൽ നേട്ടമുണ്ടാവാൻ പോകുന്നത് പലതരത്തിലാണ്. കാരണം MSc വരുന്നത് കൊണ്ട് വമ്പൻ നിക്ഷേപ പദ്ധതികൾ സംസ്ഥാനത്തേക്ക് കടന്നു വരും. അതാണ് ആ സാധ്യതകൾ. ഡാൻ, ഈ ഒന്ന് നമ്മുടെ ലോജിസ്റ്റിക് സംവിധാനങ്ങളുടെ ഒരു ഹബ്ബായി കേരളം വിഴിഞ്ഞം മാറുന്നു. അത് ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാകുന്നു. ഒപ്പം ഈ ലോജിസ്റ്റിക് പാർക്കുകളടക്കം, കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങളടക്കം, ഇതൊക്കെ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതി വിഭാവനം ചെയ്തപ്പോൾ തന്നെ ഉണ്ടായ ചില സാധ്യതകളാണ്, ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിനപ്പുറം MSc വന്നാൽ യഥാർത്ഥത്തിൽ എന്ത് നേട്ടമാണ്? അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ എന്താണ് MSc എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ആളുകൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് MSc. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ MScയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നാണ് ഈ MScയുടെ പൂർണ്ണരൂപം. അത് 5 ഭൂഖണ്ഡങ്ങളിലായി 100-ലധികം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലുകൾ ഉള്ള ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. അതാണ് MScയുടെ കരുത്തും. അതുതന്നെയാണ് MSc വിഴിഞ്ഞത്ത് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അനന്തമായ സാധ്യതകളുടെ അടിസ്ഥാനവും. ഈ 5 ഭൂഖണ്ഡങ്ങളിൽ സാന്നിധ്യമുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് ഈ MSc എന്നത് തന്നെയാണ്. അവിടെ നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 137.9 കോടി ഡോളറിൻ്റെ ഒരു കരാറാണ്. അതായത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപമാണ് വരാൻ പോകുന്നത്. കരാർ യാഥാർത്ഥ്യമായാൽ വരാൻ പോകുന്നത്. അതിലൂടെ നമുക്കറിയാം, നമ്മുടെ അയൽ രാജ്യങ്ങളായ കൊളംബോ, ദുബായ്, സിംഗപ്പൂർ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിലെ കണ്ടെയ്നർ ടെർമിനലുകളോട് കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, രാജ്യാന്തര കപ്പൽശാലയിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ദൂരം. ഒന്ന്. രണ്ടാമത്തെ കാര്യം,
ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആഴം 18 മുതൽ 20 മീറ്റർ വരെയാണ്. അതായത് വലിയ കപ്പലുകൾ, ഈ വലിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ആഗോള കപ്പലുകൾ, കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് കപ്പലുകൾ, അതിനെ ലാർജ് വെസൽസ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ കപ്പലുകളുണ്ട്. അത്തരത്തിലുള്ള വൻ കപ്പലുകൾക്ക്, മദർഷിപ്പുകൾക്ക് വിഴിഞ്ഞത്തേക്ക് സ്വാഭാവികമായി എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതോടൊപ്പം 2028 ഡിസംബറോടെ നിലവിലെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കണ്ടെയ്നർ ശേഷി എന്ന് പറയുന്നത് 16 ലക്ഷം TEU ആണ്. അതിന് 2028 ഡിസംബർ 31 അതിൻ്റെ 3.5 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട്, അതായത് ഏതാണ്ട് 57 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് വിഴിഞ്ഞത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം, നിലവിലെ ബർത്തിൻ്റെ നീളം 800 മീറ്ററിൽ നിന്ന് 2028 ഡിസംബറോടെ 2000 മീറ്ററായി ഉയർത്തുക എന്നൊരു വമ്പൻ പദ്ധതിയാണ് അവർ കാണുന്നത്. അതായത് ഏതാണ്ട് ഒരു 4 or 5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം സുഗമമായി വിഴിഞ്ഞത്തെത്തി ചരക്കിറക്കി അവിടെ നിന്ന് സുഗമമായി തന്നെ കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കും. MSC അവിടേക്ക് എത്തുന്നതോടെ, MSCയുടെ വൻ നിക്ഷേപം അവിടെ യാഥാർത്ഥ്യമാകുന്നതോടെ സമാനമായ തരത്തിൽ മറ്റ് രാജ്യാന്തര കപ്പൽ കമ്പനികളുടെ സാന്നിധ്യവും ശ്രദ്ധാകേന്ദ്രവുമായി വിഴിഞ്ഞം തുറമുഖം മാറുന്ന ഒരു അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടാകും. അതിനെ പരമാവധി സംസ്ഥാനത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്ക് അനുകൂലമായി പ്രയോജനപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നതിലാകണം സംസ്ഥാന സർക്കാർ മുൻഗണന നൽകേണ്ടത്. അതിന് എത്ര കണ്ട് കഴിയും എന്നതാണ് പ്രധാനം. ഞാൻ മുമ്പേ പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം, എനിക്കത് അന്ന് അപ്പോൾ ലഭിച്ചില്ല. മൾട്ടി ലാർജ് കണ്ടെയ്നർ വെസൽസ്, അത്തരത്തിലുള്ള വെസൽസ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആഗോള കപ്പലുകളുണ്ട്. ആ കപ്പലുകൾ സുഗമമായി വന്ന് ചരക്കിറക്കി വേഗത്തിൽ തന്നെ മടങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഓട്ടോമേറ്റഡ് സംവിധാനത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറുന്നതോടെ അത് ദക്ഷിണേഷ്യയിലെ തന്നെയെന്നല്ല, ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി ഇത് മാറും. കാരണം MSC 5 ഭൂഖണ്ഡങ്ങളിൽ ഉള്ള ഒരു ലോകത്തെ പ്രധാനപ്പെട്ട കപ്പൽ നിർമ്മാണ കമ്പനിയാണ്, അല്ല കപ്പൽ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അവിടെ ഡാൻ, ഒരു പ്രധാനപ്പെട്ട സംശയം ഒരു പക്ഷേ പൊതുസമൂഹത്തിനുണ്ടാവുക, ഇതുവരെ ചിത്രത്തിലില്ലാത്ത ഒരു കമ്പനി വന്ന് ഓഹരി സ്വന്തമാക്കുന്നതിലോടുകൂടി നമ്മൾ അദാനിക്ക് അല്ലെങ്കിൽ ഈ പോർട്ടിന് വേണ്ടി വിട്ടുകൊടുത്ത, അല്ലെങ്കിൽ അന്ന് അവിടുന്ന് ഒഴിഞ്ഞുകൊടുത്ത മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ എന്ത് സംഭവിക്കുമെന്നൊരു ചോദ്യമാണ്. അതായത് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൂടി ഈ പുതിയ കമ്പനിക്ക്, MSCക്ക് ലഭിക്കുമോ എന്ന ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട്. നമുക്കതിന് കൊടുക്കാൻ കഴിയുന്ന ഉത്തരം എന്താണ്? അതായത് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തത് സംസ്ഥാന സർക്കാരാണ്. അവിടെ ഈ അദാനി ഗ്രൂപ്പിന് അതുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. മാത്രമല്ല, ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പുനരധിവാസ പാക്കേജ് ഉണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇതിൻ്റെ 2ാം ഘട്ട നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും അത് 3ഉം 4ഉം ഘട്ടങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ച ആശങ്കകൾക്ക് മറുപടി നൽകിക്കൊണ്ട്, വ്യക്തത വരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ് 5 ഉറപ്പുകൾ ലഭിച്ചാൽ മാത്രമേ, 5 ഉറപ്പുകൾ ലഭിച്ചാൽ മാത്രമേ, അതായത് ദേശീയ സുരക്ഷയും നിക്ഷേപ സാധ്യതകളും അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗത്തെ ഒരു തരത്തിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തുടർ വികസനം പ്രതികൂലമായി ബാധിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് യാഥാർത്ഥ്യമാകുകയുള്ളൂ എന്ന് അദ്ദേഹം നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഒരു സർക്കാരിന് ഒരിക്കലും ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിന് പിന്തിരിഞ്ഞ് പോകാൻ കഴിയില്ല. നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഉയർന്ന ആശങ്കകളും അതിന് പേരിൽ നടന്ന സമാനതകളില്ലാത്ത സമര പരമ്പരകളുമൊക്കെ. അതിനിടയിലാണ് ഈ ആശങ്കകൾ കൂടി ഉയർന്നു വരുന്നത്. സ്വാഭാവികമായി മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് വികസനവുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ ആ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ സംസ്ഥാന സർക്കാരിന് ഇതിന് അനുമതി നൽകാൻ കഴിയൂ. എന്ന് മാത്രമല്ല, ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ ഒരു തരത്തിലെ MSCക്ക് പങ്കാളിത്തം ഉണ്ടാവില്ല. ഒരു കാരണവശാലും ഉണ്ടാകില്ല. ശരി, അതാണ് സാഹചര്യം. പക്ഷേ ഇത് സംബന്ധിച്ച് ചില ആശങ്കപ്പെടുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട്. ഇന്നലെ പിണറായി വിജയൻ, സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഉന്നയിച്ച ചില ആക്ഷേപങ്ങളാണ്. ഇന്ന് 11 മണിയാകുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അത് സംബന്ധിച്ച് കൂടുതൽ നിലപാടുകൾ അദ്ദേഹം പറയുമെന്ന് കരുതാം. ചോദ്യം ഇതാണ്: ഒരു കമ്പനി തന്നെ ഇങ്ങനെ വമ്പൻ നിക്ഷേപം നടത്തുന്നതിൽ നമ്മൾ ആശങ്കപ്പെടണോ? പ്രതിപക്ഷം ഉന്നയിച്ച ഈ ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എന്താണ് ഈ വെല്ലുവിളി? അതായത് ഒരു കമ്പനി തന്നെ വരുന്നത് കൊണ്ട് ഒരു മൊണോപ്പൊളി, ഒരു കുത്തകവൽക്കരണം അവിടെ സംഭവിക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നലെ നിയമസഭയിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ വാക്കുകൾ, ഈ ആശങ്കകൾ പങ്കുവച്ചത്. നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഈ MSC ഒരു കപ്പൽ കമ്പനിയാണല്ലോ.
ആ കപ്പൽ കമ്പനിയുമായി പോർട്ട് ഓപ്പറേറ്റർ കൂടിയായ കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. ഇത് കേരളത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്കും പോർട്ടിൻ്റെ ഭാവി വികസനത്തിനും അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ. ഡാൻ, മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി വിഴിഞ്ഞം പദ്ധതിയെ അടുത്ത് കണ്ട വ്യക്തിയാണ്, ഇടപെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് രീതിയിൽ പിണറായി വിജയൻ്റെ വാക്കുകൾക്ക് ആ രീതിയിലുള്ള പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. കാരണം വെറുമൊരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം ഇതിൻ്റെ സാങ്കേതികതയും അല്ലാത്ത കാര്യങ്ങളും കൃത്യമായി ബോധ്യപ്പെട്ട ആളാണ്. യഥാർത്ഥത്തിൽ കുത്തകവൽക്കരണം ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുമോ, അതിന് അടിസ്ഥാനമുണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു തുറമുഖം നടത്തി പരിചയമൊന്നും നമുക്കില്ല, കേരളത്തിനില്ല. ഇത് സംബന്ധിച്ചൊരു പുതിയ കപ്പൽ കമ്പനി കടന്നു വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കുത്തകവൽക്കരണത്തെ ഇടവെക്കുമ്പോൾ ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യങ്ങൾ മുന്നിലുണ്ടോ? പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആക്ഷേപത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ഇതൊരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ തുടക്കം കുറിച്ചിരിക്കുന്ന തുറമുഖ പദ്ധതിയാണ്. അവിടെ നമുക്കും അവകാശമുണ്ട്, അദാനി ഗ്രൂപ്പിനും അവകാശമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കരാറിലേക്ക് ആ PPP പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്ന കരാറിലെ ചില വ്യവസ്ഥകളുണ്ട്. അതിൽ 40 വർഷത്തേക്കാണ് ഈ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശം നമ്മൾ നൽകിയിരിക്കുന്നത്. ആ 40 വർഷത്തിൽ നിർമ്മാണത്തിൻ്റെ ഘട്ടം മുതൽ തുടങ്ങി 15 വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ വരുമാനത്തിൻ്റെ വിഹിതം സംസ്ഥാനത്തിന് ലഭിച്ചു തുടങ്ങും എന്നതാണ് നിലവിലെ വ്യവസ്ഥ. അങ്ങനെയാണെങ്കിൽ 2034 മുതൽ സംസ്ഥാനത്തിന് അതിൻ്റെ വരുമാനം ലഭിച്ചു തുടങ്ങണം. ആ വരുമാനം ലഭിച്ചു തുടങ്ങുന്ന സാഹചര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. നിലവിൽ ഈ MSC കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്നതിൻ്റെ പേരിൽ വരുമാനം 2034 മുതൽ ലഭിച്ചു തുടങ്ങണമെന്ന കരാറിലെ വ്യവസ്ഥകളിൽ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്ന് തന്നെ വളരെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ആശങ്ക, അതായത് ഇതൊരു കുത്തകവൽക്കരണത്തിന് വഴിവെക്കുമോ, മറ്റ് കമ്പനികൾക്ക് വിഴിഞ്ഞത്തേക്ക് വരുന്നതിന് ഇതൊരു തടസ്സമാകുമോ എന്ന ആശങ്കയാണ് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വിഴിഞ്ഞത്തേക്കുള്ള കടന്നുവരവ് യഥാർത്ഥത്തിൽ വലിയൊരു സാധ്യതയ്ക്കാണ് വഴി തുറക്കാൻ പോകുന്നത്. അതായത് അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി മാറുന്ന പശ്ചാത്തലം വരുമ്പോൾ ഈ അത്തരം വലിയ കണ്ടെയ്നർ വെസലുകളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖങ്ങൾക്കുള്ള ചില പ്രത്യേകതകളുണ്ട്. ആ നിലയിലേക്ക് വിഴിഞ്ഞം ഉയർത്തപ്പെടുന്ന സാഹചര്യമുണ്ടാകും. സ്വാഭാവികമായി നമ്മുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശിലേക്ക് ഉൾപ്പെടെയുള്ള നമുക്ക് ഏറ്റവും അടുത്ത ചരക്ക് നീക്കത്തിന് സഹായകമാകുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വാഭാവികമായി വിഴിഞ്ഞത്തെ ആശ്രയിക്കേണ്ടി വരും. അല്ല ഡാൻ, അത് സമ്മതിക്കുന്നു. ആ നേട്ടം MSC വരട്ടെ, വലിയ നിക്ഷേപം ഉണ്ടാവട്ടെ. പക്ഷേ നമ്മളും ഈ ആശങ്കകൾ മുന്നിൽ കണ്ടു പോകണമല്ലോ. കാരണം വിഴിഞ്ഞം എന്നത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് എല്ലാ അർത്ഥത്തിലും. അവിടെ ഉണ്ടാകുന്ന ആശങ്കകൾ, ഒന്ന് കുത്തകവൽക്കരണം എന്ന് പറഞ്ഞാൽ MSC എന്നൊരു കമ്പനിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ മറ്റ് കപ്പൽ കമ്പനികൾ കടന്നു വരുമ്പോൾ വൈവിധ്യവൽക്കരണം എന്ന സാധ്യത ഇല്ലാതാകുമോ? കാരണം കൂടുതൽ കമ്പനികൾ കടന്നു വരുമ്പോൾ വിഴിഞ്ഞവും നമ്മുടെ കേരളവുമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യാനുള്ള അവസരം. അത് നഷ്ടപ്പെടുമോ എന്ന ചോദ്യം ഒന്നുണ്ടാവുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു കമ്പനി തന്നെ വരുമ്പോൾ ആ കമ്പനിയുടെ ഭാവിയിൽ ഉണ്ടാവാവുന്ന അവരുടെ ഇപ്പോഴത്തെ വ്യവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മാറ്റം, ആ കമ്പനിയുടെ പോളിസി ചേഞ്ചസ്, അതൊരു പക്ഷേ മുന്നോട്ട് ആശങ്ക ഉണ്ടാകുമോ എന്ന കാര്യം ഒരു പക്ഷേ അതിൽ വ്യക്തത ഉണ്ടാവേണ്ടത് അദാനിയും ഈ കമ്പനിയും MSCയുമായുള്ള ധാരണ എന്താ എന്നത് പറയുമ്പോഴാണ്. പക്ഷേ അത്തരമൊരു ആശങ്കകൾ സ്വാഭാവികമായും ഉയരുന്നതല്ലേ? അതിൽ ചെറിയ അടിസ്ഥാനം മുന്നിൽ കാണേണ്ടതില്ലേ? അതായത് ഈ പ്രധാനപ്പെട്ട ആശങ്ക നമുക്ക് രണ്ടായി ചുരുക്കിയാൽ ക്ഷമതയെയും കാര്യക്ഷമതയെയും ഈ ഒരു ഒറ്റ കമ്പനിയിലേക്ക് ഇതിൻ്റെ ഒരു സിംഹഭാഗം ഓഹരികളും കൈമാറുന്നത് ഈ കാര്യക്ഷമതയും മത്സരക്ഷമതയും പ്രധാനമായി ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് രാഷ്ട്രീയമായി. അങ്ങനെ ഒരു ആശങ്ക ഉയർന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു തീരുമാനത്തിന് അനുമതി നൽകില്ല എന്ന കാര്യം സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇനി പോട്ടെ, സംസ്ഥാന സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് ഈ നീക്കവുമായി മുമ്പോട്ട് പോയി എന്ന് തന്നെ വെച്ചോളൂ. പക്ഷേ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ വരുമ്പോഴും, അതായത് നമ്മുടെ രാജ്യസുരക്ഷയെയും രാജ്യത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങളെയും അതുകൂടി ഉണ്ടല്ലോ, സെൻട്രൽ GSTയും സ്റ്റേറ്റ് GSTയും ഉണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കരാറിന് അംഗീകാരം നൽകാൻ ഒരിക്കലും കേന്ദ്ര സർക്കാരിന് കഴിയില്ല. കാരണം 13,000 കോടി രൂപയുടെ നിക്ഷേപം MSC വിഴിഞ്ഞത്ത് നടത്താൻ ആഗ്രഹിക്കുമ്പോൾ അത് സംസ്ഥാനത്തിനും രാജ്യത്തിനും വാണിജ്യമായി ഏത് തരത്തിൽ പ്രയോജനം ചെയ്യുന്ന കാര്യം അതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പരിശോധിക്കാതെ ആ അനുമതി പത്രത്തിൽ ഒരിക്കലും ഒപ്പിടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്ക പരിഹരിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. അത് കമ്പനിയുടെ വാദമാണ്. എന്തായാലും നമുക്ക് ഈ കുത്തകവൽക്കരണം അടക്കം ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതാണ്. ഒന്ന്,
ഒരു കമ്പനിയിൽ തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, ഒന്ന് ഈ കമ്പനിയുടെ പോളിസി ചേഞ്ചസ് ഉണ്ടായാൽ അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറ്റൊന്ന് അദാനിയും കമ്പനിയും തമ്മിലുള്ള ധാരണ എന്തായിരിക്കുമെന്നതാണ്. അതായത് MSC കമ്പനിയുടെ വ്യാപാര നയത്തിലുണ്ടായ മാറ്റമുണ്ടായാൽ ഉണ്ടാക്കുന്ന പ്രശ്നം, ഒരു കമ്പനിക്ക് പ്രത്യേക ആധിപത്യം ലഭിക്കുന്നു എന്ന തോന്നൽ മറ്റ് കമ്പനികളെ അകറ്റാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഒരൊറ്റ കമ്പനികളെ മാത്രം ആശ്രയിക്കുന്ന ഭാവിയിൽ ഉണ്ടാക്കാനുള്ള സാധ്യത, നമുക്ക് ഈ സാധ്യതകളും പരിഗണിക്കാം. ഒരു കമ്പനിയെ മാത്രം വിശ്വാസികളുടെ ഈ ഒരു ചർച്ച നടക്കുമ്പോൾ ഇത്തരം വെല്ലുവിളികളും സ്വാഭാവികമായും നമുക്ക് ഏറ്റെടുക്കുകയും ചെയ്യും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, എന്താണ് ഇക്കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടട്ടെ. ഇനിയാണ് നമ്മൾ നോക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അദാനി കമ്പനിയും സർക്കാരും തമ്മിലുള്ള ഈ കരാറിൽ പറയുന്നത് എന്ന കാര്യം. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ നിയമസഭയിൽ ഈ കരാർ വായിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ കരാറിൻ്റെ 5-3 ക്ലോഷറിലാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തത വരുന്നത്. നമുക്ക് ആദ്യം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ കൺസെഷനെയറിന്റെ അകത്ത്, ഈ കൺസെഷൻ എഗ്രിമെന്റിന്റെ അകത്ത് ക്ലോസ് 5-3 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ദ കൺസെഷനെയർ ഷാൽ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ് without the prior approval of the authority. Authority is the government of Kerala. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിൻ്റെ അകത്തൊരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ആക്ട് അനുസരിച്ചിട്ട് 25% മീതെയുള്ള ഒരു ഇത് കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓണർഷിപ്പ് ചേഞ്ചിലേക്ക് പോകുന്നതാണ്. 75%-ലേറെ പോയാൽ 25%-ലേറെ അത് ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. നമുക്ക് എന്താണ് ഈ കരാറിൻ്റെ വസ്തുത എന്ന കാര്യം കൂടി ഒന്ന് വേഗത്തിൽ ഒന്ന് പരിശോധിച്ച് പോകാം. സ്ക്രീനിലേക്ക് ഒരു പക്ഷേ നമുക്ക് ആ കരാറിൻ്റെ കോപ്പി കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിക്കാമെന്ന് കരുതുന്നു. അതായത് അദാനി കമ്പനിയും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച ആ കരാറിൻ്റെ കോപ്പി നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന കരാർ. ഈ കരാറിൻ്റെ 5-3 ക്ലോഷറിലാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നത്. അതായത് ഓണർഷിപ്പ് ചേഞ്ച് സംബന്ധിച്ച് കൃത്യമായ കാര്യമുണ്ട്. മുഖ്യമന്ത്രി പരാമർശിച്ചതും ഇതായ ഭാഗമാണ്. നോക്കൂ, കൃത്യമായി പറയുന്നുണ്ട്. 25% അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നെയാണ് ക്ലോഷർ മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത് എഗ്രിമെൻറ്റിൽ കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പരാമർശിച്ചത്. അദാനി കമ്പനിയും സംസ്ഥാന സർക്കാരും കൂടി ഒപ്പുവെച്ച ഈ കരാറാണ് യഥാർത്ഥത്തിൽ കൃത്യമായി തന്നെ അതിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ. ഡാൻ, മുഖ്യമന്ത്രി പരാമർശിച്ചു കഴിഞ്ഞു. ഈ വ്യവസ്ഥകൾക്ക് അടിസ്ഥാനമായി ഒരു സർക്കാരിനോ സ്വകാര്യ കമ്പനിക്കോ തീരുമാനിച്ചാൽ പോലും, രാഷ്ട്രീയ താല്പര്യം എടുത്താൽ പോലും മാറി ചിന്തിക്കാനാവില്ല എന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് ഈ കരാറിൽ പറയുന്നത്? അതായത് ഇതിൻ്റെ 49%. നമുക്കറിയാം, ഓഹരി കൈമാറ്റം നടത്താൻ ധാരണ എത്തിയിരിക്കുന്നത് 49% ഓഹരികളാണ്. അത് അദാനിക്ക് വിഴിഞ്ഞത്തുള്ള ഓഹരി വിഹിതത്തിൻ്റെ 49%. അവിടെയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഒരു വ്യക്തത വരുത്തിയത്. 25% മുകളിൽ ഓഹരി കൈമാറിയാൽ അത് കൃത്യമായി സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്, ഈ കമ്പനി ബാധ്യസ്ഥരാണ് എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് അദാനി പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, തുറമുഖ വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ കരാറിലെ വ്യവസ്ഥകൾ എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത് കൈമാറിയിരിക്കുന്നത്. അതിൻ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് 13,000 കോടി രൂപയുടെ നിക്ഷേപം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നടത്താൻ MSC എന്ന ഷിപ്പിംഗ് കമ്പനിയും അദാനി പോർട്ടും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു എന്നതാണ്. ഇതിൻ്റെ പ്രാഥമികമായ ഒരു ധാരണയിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അത് സംബന്ധിച്ച വ്യവസ്ഥകൾ ഏത് തരത്തിലായിരിക്കും, അതിൻ്റെ അനുബന്ധ വികസന പദ്ധതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം 2028 ഡിസംബർ മാസത്തോടെ പൂർത്തിയാകുമ്പോൾ, അതായത് ഈ കരാറിൽ പറയുന്നത് പ്രയർ ഇൻറ്റിമേഷൻ വേണം, പെർമിഷൻ വേണം. അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് 25% വഴി 25% വരെയുള്ള ഓഹരി കൈമാറ്റത്തിന് ഈ വ്യവസ്ഥ പ്രശ്നമല്ല. ഒരുപക്ഷെ ഒരു ധാരണ ഉണ്ടായാൽ മതി. അതിനപ്പുറം സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഒരു തരത്തിലും 25% മുകളിലുള്ള ഓഹരി കൈമാറ്റത്തിലോട്ട് പോകാൻ കഴിയില്ല. അതായത് ഇന്ന് നൽകിയിരിക്കുന്ന ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അനുമതി കൊടുത്താൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനാകൂ.
തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം. ഇനി ആ അനുമതി നൽകിയാൽ തന്നെ പൂർത്തിയായില്ല. അവിടെ നിന്ന് കേന്ദ്രത്തിലേക്ക് എത്തണം, അവിടുത്തെ വ്യവസ്ഥകളും പാലിച്ചു എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെയുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ സമയദൈർഘ്യം, ഈ 6 മാസത്തെ കാലാവധി എന്ന് പറയുന്നത്. അതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം ഉൾപ്പെടെ, അതായത് അത് ഏതെങ്കിലും തരത്തിൽ ഈ എൻവയോൺമെന്റൽ ഒരു ഹസാർഡായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നതടക്കമുള്ള വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആ തുടർ നീക്കങ്ങൾക്ക് അനുമതി ലഭിക്കൂ. ശരി, അത് ഡാൻ സൂചിപ്പിച്ച ആ പോയിന്റിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. അതായത് യഥാർത്ഥത്തിൽ കേരളത്തിന് ആശങ്കയുള്ളത് എന്താണ്? ഒരു കമ്പനി വരുമ്പോൾ, അതായത് അദാനി മാത്രമായിരുന്നു നമ്മുടെ മുന്നിൽ ചിത്രത്തിലുണ്ടായിരുന്നത്. അവിടെ ആണ് പുതിയൊരു കമ്പനി കടന്നു വരുന്നത്. ആ കമ്പനി കടന്നു വരുമ്പോൾ കേരളത്തിന് ആശങ്കപ്പെടേണ്ട ചില കാര്യങ്ങളും പരിശോധിക്കേണ്ട കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ പരിശോധിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് നമ്മളൊന്നും സൂചിപ്പിക്കുന്നത്. ഒന്ന്, MSCക്ക് അമിത സ്വാധീനം ഈ കരാറിലൂടെ ലഭിക്കുമോ? സ്വാഭാവികമായും സർക്കാർ പരിശോധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? തീർച്ചയായിട്ടുമായിരിക്കും. രണ്ടാമത്തെ കാര്യം, മറ്റ് ആഗോള ഷിപ്പിംഗ് കമ്പനികൾക്ക് തുല്യ പ്രവേശനം ഉറപ്പാകുമോ എന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഒരു കുത്തകയായി MSC മാത്രം ഇവിടെ നിൽക്കുകയോ മറ്റ് കമ്പനികൾ വരാതിരിക്കുമോ എന്ന സാഹചര്യം ഉണ്ടാവുമോ, മറ്റ് കമ്പനികൾക്കും പരിഗണന കിട്ടുമോ എന്ന കാര്യം സർക്കാർ സ്വാഭാവികമായും പരിശോധിക്കും. അടുത്തത്, വിഴിഞ്ഞം ഒരു കോമൺ യൂസർ പോർട്ടായി തുടരുമോ? അതായത് വിഴിഞ്ഞം എന്നത് ഒരു അന്തർദേശീയ കപ്പൽച്ചാലിലേക്കുള്ള ഒരു ഓപ്പണിംഗ് പോർഷനാണ്. അപ്പോൾ കേരളത്തിൻ്റെയും കൂടി വിശാല ലോകത്തേക്കുള്ള ഒരു തുടക്കം, ഒരു പ്രവേശന കവാടം എന്ന രീതിയിൽ നമുക്ക് സാങ്കല്പികമായി അതിനെ കാണാം. അപ്പോൾ ആ സാധ്യതയായി തുടരുമോ എന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദേശീയ സുരക്ഷയെയും മത്സര നിയമങ്ങളെയും ഒക്കെ അത് ബാധിക്കുമോ, ആ രീതിയിൽ തന്നെയുമായിരിക്കുമോ ഇത് പോകുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിക്കപ്പെടും അല്ലേ? ഈ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയല്ലേ പരിശോധിക്കാൻ സാധ്യതയുള്ളത്? അതാണ്, അതായത് ഇതിലെ ഈ പ്രധാനപ്പെട്ട ആശങ്കകൾ നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വസ്തുതകൾ എന്താണ് എന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ ഈ ആശങ്കകൾക്കും പരിഹാരമാകും. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ഒരു വിദേശ കമ്പനിക്കും നമ്മുടെ രാജ്യത്ത് നിക്ഷേപം നടത്താൻ കഴിയില്ല. MSC എന്നല്ല, ഒരു കമ്പനിക്കും നിക്ഷേപം നടത്താൻ കഴിയില്ല. അഥവാ പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ആശങ്ക ഉയരുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ കൃത്യമായി അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് മുമ്പിലേക്ക് ഈ പ്രാഥമിക ധാരണയിലെത്തിയ കാര്യം സെബിയെ അറിയിക്കുമ്പോൾ അതിൻ്റെ തുടർ നടപടിയായി അത് പരസ്യപ്പെടുത്തുന്നത് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാനിടയുള്ള വിമർശനങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുക എന്നൊരു അടിസ്ഥാനത്തിൽ തന്നെയാണ്. അവിടെയാണ് ഈ പ്രധാനപ്പെട്ട വിമർശനം, 2 വിമർശനങ്ങൾ ആശങ്കയുടെ രൂപത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പ്രധാനമായി പറയുന്നത് അതൊരു കുത്തകവൽക്കരണത്തിന് വഴി തുറക്കുകയും അതോടൊപ്പം സംസ്ഥാനത്തിന് വരുമാനം ലഭിച്ചു തുടങ്ങേണ്ടുന്ന സമയത്ത് ആർട്ടിഫിഷ്യലായി കൃത്രിമമായി വരുമാനം കുറച്ച് കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാനത്തിന് വാണിജ്യ താല്പര്യങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അവിടെ ഒരു സുതാര്യമായ വരുമാന പദ്ധതി അല്ലെങ്കിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയി അവിടെ നടക്കുന്നത് എന്ത് എന്ന കാര്യം സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ആശങ്കകൾ അസ്ഥാനത്താകും എന്നതാണ് യാഥാർത്ഥ്യം. യെസ്, അതാണ് കാര്യം. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ആരോഗ്യകരമായ ഒരു ഡിസ്കഷനാണ് പൊതുവിൽ നടക്കുന്നത്. അതങ്ങനെ നടക്കട്ടെ. കാരണം MSCയുടെ നിക്ഷേപത്തെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല. വരട്ടെ, പുതിയ കമ്പനികൾ വരട്ടെ, വിഴിഞ്ഞം സാധ്യതകൾക്ക് വഴി തുറക്കട്ടെ എന്ന കാര്യമാണ് പൊതുവിൽ പറയുന്നത്. അപ്പോഴുണ്ടാകുന്ന ഒരു ചോദ്യം ഇതാണ്, 13,000 കോടി വരുന്നുണ്ട്. ഈ കോടി വന്നാലും കേരളത്തിൻ്റെ സാമാന്യ ജനത്തിന്, സാധാരണ ജനത്തിന് എന്ത് കിട്ടുമെന്ന ചോദ്യമാണ്. അവിടെ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ട കാര്യം, വിഴിഞ്ഞം പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഇതുവരെ എന്ത് കിട്ടി എന്ന ചോദ്യമാണ്. ഒപ്പം എപ്പോൾ കൂടുതൽ വരുമാനം കിട്ടിത്തുടങ്ങുമെന്ന കാര്യം കൂടിയാണ് നമുക്ക് പരിശോധിക്കുന്നത്. ഡാൻ, ആ വിവരങ്ങൾ കൂടി പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ എന്ത് കിട്ടി, എന്ത് കിട്ടുമിനി? അതായത് നമുക്കറിയാം, ഈ തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് 2024 ഡിസംബർ മാസം 3-ാം തീയതി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്ന് തുറമുഖം രാജ്യത്തിന് തുറന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് കമ്മീഷൻ ചെയ്യുന്നു. അതിനു മുമ്പ് തന്നെ അവിടെ നിന്ന് ഇവിടേക്ക് ചൈനയിൽ നിന്നടക്കം കപ്പലുകൾ എത്താൻ തുടങ്ങിയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം 1000ാമത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്തി. അതായത് ഇതിനോടകം 1000 കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നു, ചരക്കിറക്കി. അത് ജലമാർഗം തന്നെ തൂത്തുക്കുടി അടക്കമുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ചെറു തുറമുഖങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. നമ്മൾ നേരത്തെ വിഭാവനം ചെയ്ത റോഡ് മാർഗമോ റെയിൽ മാർഗമോ ഒന്നും കണ്ടെയ്നറുകൾ സുഗമമായി കൊണ്ടുപോകുന്നുണ്ട്. അത് പക്ഷെ സുഗമമായി അല്ല. അങ്ങനെ ഈ 1000 കപ്പലുകൾ വന്നു പോയതിൽ നിന്ന് GST ഇനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഇതിനോടകം ലഭിച്ച വരുമാനം ഏകദേശം 200 കോടി രൂപയാണ് എന്നാണ് ഇന്നലെ വരെയുള്ള കണക്ക്. ഈ 1000 കപ്പലുകളിലെ കണ്ടെയ്നറുകൾ ഇറക്കുന്ന നികുതി ഇനത്തിൽ മാത്രം ലഭിച്ച വരുമാനം, അതായത് ഈ വിഴിഞ്ഞത്തിന്റെ പ്രവർത്തന ലാഭത്തിന്റെ ഒരു അംശം പോലും അതിലില്ല. മറിച്ച് ഇതിന്റെ കൈമാറ്റം വഴി ഒരു സ്റ്റേറ്റ്, കേരളത്തിലായതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് കിട്ടുന്ന ഒരു GST വരുമാനം അത് തന്നെ 200 കോടി. അതായത് നമുക്ക് കൈ നനയാതെ ലഭിക്കുകയാണ് നികുതി ഇനത്തിൽ മാത്രം. അതായത് ഓരോ കണ്ടെയ്നറുകൾ ഇറക്കുന്നതിനും
നിശ്ചിത ശതമാനം ഡോളർ എന്ന തരത്തിലാണ് ഇവിടെ ഇറക്കിയിരിക്കുന്ന മുഴുവൻ കണ്ടെയ്നറുകൾക്കുമായി ഇതിനോടകം ഈ 200 കോടി രൂപയുടെ നികുതി ഇനത്തിലുള്ള വരുമാനം. നമ്മൾ വിഭാവനം ചെയ്ത നികുതി ഇനത്തിലുള്ള വരുമാനം മാത്രമല്ല, മറ്റ് നമുക്കറിയാമല്ലോ റെയിൽ റോഡ് കണക്ടിവിറ്റി അടക്കം യാഥാർത്ഥ്യമാകുന്നതിലൂടെ പ്രദേശത്തുണ്ടാകാനിടയുള്ള അനുബന്ധ വികസന സാധ്യതകൾ, അത് ടൂറിസം മേഖലയും ഹോട്ടൽ മേഖലയും അതോടൊപ്പം തന്നെ ചെറുകിട കച്ചവടക്കാരെയും ഒക്കെ അസംഘടിത മേഖല ഉൾപ്പെടെ ഉള്ളവർക്ക് അത് ഏത് തരത്തിൽ പ്രയോജനം വരുമെന്നതായിരുന്നു ചർച്ച. ആ സാധ്യതകളൊക്കെ മുമ്പിൽ നിൽക്കുന്നതേ ഉള്ളൂ, അതിലേക്ക് തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 2034 മുതൽ നമുക്ക് സംസ്ഥാനത്തിന് കരാർ അനുസരിച്ച് വരുമാനം ലഭിച്ചു തുടങ്ങും. ആ വരുമാനത്തിലെ വ്യവസ്ഥകൾ പ്രകാരം 2034 ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 1% നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കും. 35.5% കൂടെ കൂടും. 36 അത് 1% കൂടെ കൂടും. പിന്നെ അത് 2% കൂടും. അങ്ങനെ പരമാവധി 40% വരുമാനം വരെ സംസ്ഥാനത്തിന് ലഭിക്കുന്ന തരത്തിലേക്കാണ്. അതായത് ഒരു 4 ദശാബ്ദത്തിനിടയിൽ 40% വരുമാനം വരെ സംസ്ഥാനത്തിന് ലഭിക്കുന്ന തരത്തിലാണ് നിലവിൽ അദാനി പോർട്ടും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കരാർ. അതാണ് സാഹചര്യം. സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലിയ കണക്കുകളാണ് വരുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവസാന കാലഘട്ടത്തിൽ വിഴിഞ്ഞം പദ്ധതിയുടെ ലാഭം സംബന്ധിച്ച ഒരു കണക്കെടുപ്പ് അവർ നടത്തുകയും അതിൻ്റെ സാധ്യത പരിശോധന നടത്തിയപ്പോൾ 2028 ആകുമ്പോഴേക്കും നികുതി വരുമാനത്തിൽ തന്നെ ഒരു വലിയ തുക പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു ഗ്രോത്ത് ആണല്ലോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വരുമാനം ഇൻഡയറക്റ്റായി കേരളത്തിലേക്ക് വരികയാണ്. കമ്പനി പ്രവർത്തന ലാഭമല്ല, അല്ലെങ്കിൽ പ്രവർത്തന വരുമാനമല്ല, മറിച്ച് ടാക്സ് റവന്യൂ മാത്രമായി വരുന്നു. അപ്പോൾ ആ തരത്തിലും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. അതെ, നികുതി വരുമാനമാണ് നിലവിൽ സംസ്ഥാനത്തിന് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. അതിനപ്പുറത്തേക്ക് അത് നമുക്ക് ഔദ്യോഗികമായി സർക്കാർ തലത്തിലേക്കും അതല്ലാതെ വ്യക്തിപരമായി സാധാരണക്കാരായ മനുഷ്യർക്കും വരുമാനം ലഭിക്കുന്ന തരത്തിലേക്ക് അത് മാറണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടെയ്നർ നീക്കം, നിലവിൽ ജലമാർഗം നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടെയ്നർ നീക്കം അത് കരമാർഗത്തിലേക്ക് മാറി റെയിൽ റോഡ് ഗതാഗത സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അതായത് റിംഗ് റോഡിൻ്റെയും റെയിൽ പദ്ധതിയും ഒക്കെ നേരത്തെ തന്നെ ബജറ്റിൽ വിഭാവനം ചെയ്തതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ. പക്ഷേ അത് പൂർത്തിയായിട്ടില്ല. അത് വൈകാതെ തന്നെ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന അവസരങ്ങളുടെ വലിയ സാധ്യത. ലോജിസ്റ്റിക്സ് മേഖലയിലടക്കം വലിയ തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ വികസന സാധ്യതയായി വിഴിഞ്ഞം തുറമുഖം മാറാൻ പോകും. ശരി, എന്തായാലും പ്രേക്ഷകരെ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ വിഴിഞ്ഞത്തിൻ്റെ ഗേറ്റ് തുറന്ന് ഒരു കണ്ടെയ്നർ അകത്തേക്കോ ഒരു കണ്ടെയ്നർ പുറത്തേക്കോ പോയിട്ടില്ല. വ്യാപാരം നടക്കുന്നത് മുഴുവൻ കപ്പൽ വഴി മാത്രമാണ്, ജലഗതാഗതം മാത്രമാണ്. നമുക്ക് കണ്ടെയ്നറുകൾ പുറത്തേക്ക് വരണം, അകത്തേക്ക് കയറണം. അപ്പോൾ റോഡ് വഴി, ഡാൻ സൂചിപ്പിച്ചതിലെ റോഡ് വഴിയുള്ള ഗതാഗതം സാധ്യമായാൽ മാത്രമേ നമ്മുടെ പ്രതീക്ഷിച്ച ആ പ്രദേശത്തിൻ്റെ വികസനം സാധ്യമാവുകയുള്ളൂ. അവിടെ ആ രീതിയിൽ നീക്കമുണ്ടായിട്ടില്ല. അവന് ചെറിയ കടമ്പകൾ കൂടി ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. 2 വർഷത്തിനിടയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും എന്തുകൊണ്ട് അതിന് വൈകി എന്നത് ഒരു വിമർശന ബുദ്ധിയെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ആ കാര്യം കൂടി വരണം. വിഴിഞ്ഞത്തെ നാട്ടുകാർക്ക്, തിരുവനന്തപുരത്തെ നാട്ടുകാർക്ക്, കേരളത്തിലെ നമ്മൾക്ക് വിഴിഞ്ഞം നേട്ടമായി മാറണമെങ്കിൽ അതുവഴി കൂടിയേ സാധ്യമാവുള്ളൂ. എങ്കിലേ ജനത്തിനത് ബോധ്യപ്പെടൂ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഡാൻ, ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കൂടിയാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ MSC കമ്പനിയുമായുള്ള ധാരണ പ്രകാരം കമ്പനി ലോട്ടറി അടിച്ച അദാനി കമ്പനിക്ക് മാത്രമാണോ എന്നൊരു വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെ പ്രതിപക്ഷത്ത് നിന്നും ഉയരുന്ന ഒരു ആക്ഷേപമാണിത്. തോമസ് ഐസക് മുൻ ധനമന്ത്രി അടക്കം ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. അതായത് 2497 കോടി രൂപ നാമമാത്രമായ തുക മാത്രം മുടക്കുന്ന അദാനി 49% ഓഹരി 13,000 കോടിക്ക് വിറ്റു. അതായത് കേരള സർക്കാരിനെ മറവിൽ നിർത്തി ഇത്തരമൊരു വലിയ നേട്ടം അദാനി കൈക്കൊണ്ടു. അതായത് ഇതൊരു വലിയ സാധ്യതയെ അദാനി മാറ്റുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുഖജനാവിനോ ജനങ്ങൾക്കോ നേരിട്ട് നേട്ടം കിട്ടാത്ത ഒരു വലിയ ലോട്ടറി അടിക്കലാണോ അദാനിക്കുണ്ടായെന്ന ചോദ്യമാണ്. അതിന് മറ്റ് ചില രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടിയുണ്ട്, അതിലേക്ക് ഞാൻ വരണം. ആദ്യം ചോദിക്കട്ടെ, ഇത് ലോട്ടറി അടിച്ചത് അദാനിക്ക് മാത്രമാണോ? നിലവിൽ ലോട്ടറി അടിച്ചിരിക്കുന്നത് അദാനിക്ക് തന്നെയാണ് എന്നതിൽ എന്താണ് സംശയം? ഒരു സംശയവുമില്ല, അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരതിനുവേണ്ടി എടുത്ത റിസ്ക് ഉണ്ട്. അതായത് കാശിട്ട് കാശ് വാരി, അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ തുടങ്ങിയ പദ്ധതിയുടെ 7,525 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ തുറമുഖത്തിൻ്റെ ഒരു സിംഹഭാഗവും നിർമ്മാണ ചെലവ് എടുത്തത് ഈ കമ്പനിയാണ്. അതായത് നമുക്കറിയാം, കോവിഡിനെ അതിജീവിക്കേണ്ടി വന്നു, ഓഖി അതിജീവിക്കേണ്ടി വന്നു, പിന്നെ തുടർ പ്രതിഷേധങ്ങളെ അതിജീവിക്കേണ്ടി വന്നു. പിന്നീട് ഈ പുലിമുട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കയുണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായി പൂർത്തിയാക്കുമ്പോൾ അതിനായി ചിലവായ തുകയുടെ ഒരു മൃഗീയ ഭാഗം എടുത്തിരിക്കുന്നത് അദാനി കമ്പനിയാണ് അന്ന്.
അതാണ് അവർക്ക് ഇവിടെ ഒരു എഡ്ജ് നൽകിയത്, ഇതിൻ്റെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ തുടർ നീക്കങ്ങളൊക്കെ ഒരു എഡ്ജ് നൽകിയത് ആ ഒരൊറ്റ കാര്യമാണ്. അവിടെ നിന്നുകൊണ്ട് അവർ കൃത്യമായി അവരുടെ മത്സരക്ഷമത, അവർക്ക് മുമ്പിൽ മറ്റ് മാനസികതയോ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ അതില്ലെന്നല്ല പറയുന്നത്. അവർ ജനങ്ങളോടല്ല കമ്മിറ്റഡ് ആകുന്നത്. അവർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുമായി മാത്രമേ ലീഗൽ ഒബ്ലിഗേഷൻ നിലനിൽക്കുന്നുള്ളൂ. ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രതിനിധിയായി അതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന സർക്കാരാണ്. അവർ ജനങ്ങളോടല്ല ജനങ്ങളോട് കമ്മിറ്റഡ് ആയിരിക്കുന്ന സർക്കാർ മാത്രമാണ്. അതെനിക്കത് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവരവിടെ ലാഭമാണ് പ്രതീക്ഷിച്ചത്, സേവനമല്ല. അവർ ഏറ്റവും ലാഭകരമായി അവർക്ക് ലഭിച്ച ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തി. അത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായി തോമസ് ഐസക് അടക്കം മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു വിമർശനം, അതിനെ ഒരു ആശങ്കയെന്ന് പറയാൻ പറ്റില്ല, വിമർശനം, അതൊരു തരത്തിൽ സത്യമാണ്. അതിനേക്കാൾ കടുത്ത ആരോപണങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അറിവോടെയല്ലെന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുമ്പോഴും പക്ഷേ അത് അത്ര ശരിയല്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. അതായത് ബജറ്റിൽ പരാമർശിച്ച സമുദ്ര മിഷൻ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പോലും ഈ കൈമാറ്റം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് തൊട്ട് പിന്നാലെ ഇത് സംബന്ധിച്ച് വി.ഡി. സതീശൻ നടത്തിയ മംഗലാപുരം യാത്രയ്ക്കടക്കം ഇതുമായി ബന്ധമുണ്ട്, അതുമായി കൂട്ടിവെച്ചുകൊണ്ടുള്ള ആക്ഷേപമടക്കം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതൊരു പൊളിറ്റിക്കലി ഉണ്ടാവുന്ന ആക്ഷേപമാണെങ്കിൽ കൂടിയും ഇത് ആ രീതിയിൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വി.ഡി. സതീശൻ പറയുന്നത് പോലെ അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല എന്ന് കരുതേണ്ടതുണ്ടോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വി.ഡി. സതീശൻ മംഗലാപുരത്തേക്ക് പോയി എന്നും അദ്ദേഹം ചിലരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഒക്കെയുള്ള HD ക്വാളിറ്റിയിലുള്ള ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും അത് വാർത്തയാകുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്തത്. അതിന് അദ്ദേഹം നൽകിയ വിശദീകരണമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ യാത്ര എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ വളരെ വ്യക്തമായി അദ്ദേഹം ഈ സന്ദർശനം നടത്തിയ കാര്യം ബോധപൂർവമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലീക്കാവുന്നു. ഒരുപക്ഷെ അത് പാർട്ടിക്കകത്താകാം അല്ലെങ്കിൽ പുറത്താകാം. ലീക്കാകുന്നു, അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. സർക്കാർ അധികാരമേറ്റ് കൃത്യം 1 മാസമാകുന്നതിനിടയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നു. ആ ബജറ്റിൽ ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ ആ സമുദ്ര മിഷൻ പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായി അതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി എതിർ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കുക എന്നതിൽ ഒരു അത്ഭുതവുമില്ല. ഒരുപക്ഷെ അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം പോലും അതിനെ ചൂട് പിടിച്ചുകൊണ്ടുള്ളതായിരിക്കും. തീർച്ചയായിട്ടും ഞാനും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. പിണറായി വിജയൻ പറയാൻ പോകുന്നു അതാണ്. സർക്കാരിന് മുന്നിൽ വി.ഡി. സതീശന് മുന്നിലുണ്ടാകുന്ന വെല്ലുവിളി ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, MSC വഴി വരുന്ന 13,000 കോടി സംസ്ഥാനത്തിന് എന്ത് തരത്തിലുള്ള നേട്ടമുണ്ടാക്കും, അദാനിക്കപ്പുറം കേരളത്തിനത് എന്ത് നേട്ടമുണ്ടാക്കുന്നു എന്ന കാര്യം കൂടി വിശദീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതങ്ങനെ വിശദീകരിച്ചില്ലെങ്കിൽ അത് പൊളിറ്റിക്കലി വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. അതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ചുരുക്കി പറഞ്ഞാൽ. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ടിയിരുന്നതും വെല്ലുവിളി ഉണ്ടായിരുന്നതും LDFും BJPയും ഉയർത്തുന്ന ആരോപണങ്ങളോടും മാത്രമായിരുന്നു. പക്ഷേ നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് മറുപടി പറയേണ്ടി വരുന്നതും വിശദീകരിക്കേണ്ടതും പുറത്തുള്ള എതിർ രാഷ്ട്രീയ ചേരികളോട് മാത്രമല്ല, ഉൾപാർട്ടിക്കുള്ളിൽ ആഭ്യന്തരമായി ഉണ്ടാകുന്ന വിമർശനങ്ങളോടും എതിർപ്പുകളോടും കൂടിയാണ്. അതിനെ എങ്ങനെ അദ്ദേഹം നേരിടുമെന്നതാണ് ഇനി നമുക്ക് ഈ വിവാദങ്ങളും വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് കാത്തിരുന്ന് കാണാനുള്ളത്. ശരി, അതാണ് പിണറായി വിജയൻ പറയാൻ പോകുന്നത് എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ നടന്നത്? സർക്കാർ അവകാശപ്പെടുന്നത് പോലെ ഇത് അത്ര ക്ലീൻ ആയിട്ട് നടന്നതല്ല എന്ന് പ്രതിപക്ഷം തീർച്ചയായും ആരോപണം ഉന്നയിക്കും. ചില കടുത്ത വാദങ്ങളുണ്ട്. ഇന്നലെ ഈ നിക്ഷേപത്തെ വലിയ നേട്ടമായി അവകാശപ്പെട്ട ദേശാഭിമാനി ഇന്ന് തിരുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയും പത്രവും അടക്കം നയം മാറ്റി എന്നതാണ് വ്യക്തം. സർക്കാരിനെതിരെ അത് ആയുധമാക്കി കഴിഞ്ഞു. ആ നീക്കം ഉണ്ടാവാം. സർക്കാരിനെതിരെയല്ല, വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ ആ നീക്കത്തിലേക്കാണ് പോകുന്നത്. അതിന് അവരങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് കടന്നതിൻ്റെ കാരണം, അതായത് ഇന്നലെ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ ഇങ്ങനെ കൃത്യമായി ലേഖനം എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ വാർത്ത വന്നതിന് ശേഷം ഇന്ന് അങ്ങനെ ഒരു നിലപാട് മാറ്റം ഉണ്ടെങ്കിൽ അത് കൃത്യമായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് വി.ഡി. സതീശന്റെ നിലപാടിനെതിരെ വിമർശനം ഉയരും. അതിനെ രാഷ്ട്രീയമായി തങ്ങൾക്ക് വെടക്കാക്കി തനിക്കാക്കാം എന്ന ബോധ്യത്തോടെ LDF ഒരു രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ആ അവസരം ഉപയോഗിക്കുന്നു. അതിൻ്റെ തുടക്കമാണ് ഇന്ന് ദേശാഭിമാനിയിൽ അതുമായി ബന്ധപ്പെട്ട് മറിച്ചു വന്നിരിക്കുന്ന ലേഖനവും അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം. ശരി, എന്താണ് മുഖ്യമന്ത്രി ഇതിനെ വിശദീകരിക്കുക, പ്രതിപക്ഷം എന്ത് നീക്കങ്ങൾ നടത്തുന്നു എന്ന കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ഡാൻ. എന്തായാലും വിശദമായി